നമസ്കാരം. UDFന്റെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ അത് നാളെയാണ്. മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള കണക്കുകൂട്ടലുകൾ കൂട്ടിക്കിഴക്കലുകൾ എപ്പോഴും തുടരുകയാണ്. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ട്. സത്യപ്രതിജ്ഞയുടെ തലേന്നും മന്ത്രിമാരുടെ പട്ടിക പൂർത്തിയാക്കാനാകാതെ UDF. കൂട്ടിക്കിഴക്കലുകൾ തുടരുന്നു. വൈകിട്ടോടെ ഗവർണർക്ക് ലിസ്റ്റ് കൈമാറുമെന്ന് KC വേണുഗോപാൽ. ഭൂരിഭാഗം വകുപ്പുകളിലും തീരുമാനമായില്ല. ആരോഗ്യം ഏറ്റെടുക്കുന്നതിൽ K മുരളീധരന് വിമുഖത. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്ന് 12 മന്ത്രിമാർ. ധനകാര്യവും തുറമുഖവും മുഖ്യമന്ത്രിക്ക്. VT ബൽറാമിനെ സ്പീക്കറാക്കാൻ സാധ്യത. റവന്യൂ വകുപ്പ് വേണമെന്ന് സണ്ണി ജോസഫ്. രണ്ടാമത്തെ വനിതാ മന്ത്രി ആരെന്ന കാര്യത്തിലും തീരുമാനമില്ല. ടേം വ്യവസ്ഥയിൽ കടുത്ത അതൃപ്തിയുമായി മാണി സി കാപ്പൻ. VD സതീശൻ വാക്കു പാലിക്കണമെന്ന് കാപ്പൻ. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മറ്റ് നടപടികൾ ആലോചിക്കും. മന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്നലെ. ബാക്കി കാര്യങ്ങൾ ടേം വ്യവസ്ഥ പറഞ്ഞു. എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഇന്ന് വീണ്ടും സംസാരിക്കാവുന്നതാണ്. വേറെ ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചിട്ടില്ല. മറുപടി പറയട്ടെ. 2 മന്ത്രിമാരെ വേണമെന്ന നിലപാട് ആവർത്തിച്ച് ജോസഫ് ഗ്രൂപ്പ്. ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം വീണ്ടും ചർച്ച നടത്തും. അഞ്ചാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാശിയില്ല എന്ന് മുസ്ലിം ലീഗ്. UDFന്റെ തീരുമാനം വരട്ടെ എന്ന് സാദിഖ് അലി തങ്ങൾ. ലീഗ് മന്ത്രിമാരിലും അവ്യക്തത. PK ബഷീറിന് വേണ്ടി പാണക്കാട് കുടുംബത്തിന് പിന്തുണ. AK അഷ്റഫിനും അബ്ദുൽ ഗഫൂറിനും ടേം വ്യവസ്ഥയ്ക്ക് സാധ്യത. തോൽവിയുടെ ഉത്തരവാദികൾ പിണറായിയും ഗോവിന്ദനുമെന്ന് CPM ജില്ലാ കമ്മിറ്റികൾ. പിണറായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. കേരളം ബംഗാളാകുമെന്ന് കണ്ണൂരിൽ വിമർശനം. ജില്ലയിലെ തോൽവിക്ക് കാരണം P രാജീവ് എന്ന എറണാകുളം കമ്മിറ്റി. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് പത്തനംതിട്ട ജില്ലാ നേതൃത്വം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ശബരിമലയിൽ പൂജകളുടെ പേരിലും വൻ വെട്ടിപ്പ്. വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ കൊള്ള. സൗജന്യമായി കിട്ടുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച ശേഷം ഉദ്യോഗസ്ഥർ പണം എഴുതിയെടുത്തുവെന്ന് കണ്ടെത്തൽ. സംസ്ഥാനത്ത് പരക്കെ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കാലവർഷം മെയ് 26 എത്തിയേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ വൻ തീപിടുത്തം. 2 ബോഗികൾ പൂർണ്ണമായി കത്തി നശിച്ചു. അപകടം പുലർച്ചെ 5:15 രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച്. യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്കുള്ള ടോൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഇറാൻ. US-മായി നേരിട്ടുള്ള സൈനിക സംഘർഷത്തിനും തയ്യാർ. സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാന് മോശം സമയം വരാൻ പോകുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. പകൽ വാർത്തയിലേക്ക് വിശദമായി. മന്ത്രിമാരുടെ എണ്ണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന കോൺഗ്രസ് ആവശ്യം മുസ്ലിം ലീഗ് പരിഗണിക്കുന്നു. 5 മന്ത്രിമാർ എന്നതിന് പകരം 4 മന്ത്രിമാരും സ്പീക്കർ, ചീഫ് പദവികളിൽ ഒന്നുമാണ് കോൺഗ്രസിന്റെ നിർദ്ദേശം. ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോട് യോജിക്കുമ്പോൾ മറ്റൊരു വിഭാഗം 5 മന്ത്രിമാർ എന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ്. എന്നാൽ 5ാം മന്ത്രി സ്ഥാനത്തിന് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. പ്രാദേശിക പ്രാതിനിധ്യവും മെറിറ്റും എല്ലാം പരിഗണിക്കേണ്ടി വരുമെന്നും തങ്ങൾ പറഞ്ഞു. സാധാരണ യോഗമാണ്. നാളെ ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് MLA-മാരൊക്കെ ഇവിടെ എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ MLA-മാർ 5 മന്ത്രിമാർ എന്നുള്ളത് തന്നെയാണല്ലോ. നമ്മൾ 5 മന്ത്രിമാർ അത് UDFന്റെ തീരുമാനം അനുസരിച്ചാണ് വരിക. ഇപ്പോൾ പറയാനായിട്ടില്ല. ഈ 5 തന്നെയല്ലേ നമ്മുടെ ആവശ്യം. 5-നുള്ള അർഹത ഉണ്ടല്ലോ. ഇതിലും കുറഞ്ഞ MLA-മാരിൽ 5 കിട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങളങ്ങനെ അവകാശവാദം നിരീക്ഷിച്ചിട്ട് നേരത്തെ പറഞ്ഞതാണല്ലോ. ഏതായാലും UDFന്റെ തീരുമാനം വരട്ടെ. അതനുസരിച്ച് 5 പേരുകൾ ഇന്ന് പ്രഖ്യാപിക്കുന്നത് അവകാശവാദം
ആ UDF-ന്റെ അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞാൽ വേണ്ടി അവരെ എന്നെ അധികാരപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇന്നലെ കോൺഗ്രസ് യോഗത്തിലുമായ ഒരു സന്തുലിതാവസ്ഥ പാലിക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. കാസർഗോഡ് കോഴിക്കോടിന് മന്ത്രിയാകുമെന്നൊക്കെയുള്ള ഇത്രയധികം സീറ്റ് കിട്ടിയൊരു ജില്ലയാണ്. എല്ലാം പരിഗണിക്കേണ്ടി വരും. ചിന്തിക്കുക അങ്ങനെയാണല്ലോ, പ്രാദേശികമായിട്ടുള്ള പരിഗണനകൾ വേണ്ടി വരും. മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകൾ ചിലപ്പോൾ നമുക്ക് നിയോഗിക്കേണ്ടി വരും. പിന്നെ ചില വകുപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആരെങ്കിലുമൊക്കെ നിയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ബാങ്കിലൊക്കെ ആണ് തിരഞ്ഞെടുക്കുക. ജില്ലാ പരിഗണനകൾ ഉണ്ടാവും അല്ലേ? അതാണ് പ്രാദേശികമെന്ന് പറഞ്ഞത്. CV അനുമോദ് ചേരുന്നതിന് വിവരങ്ങളുമായി. അനുമോദ്, ഈ അഞ്ചാമത്തെ മന്ത്രിയിൽ വാശിയില്ല, അവകാശവാദമില്ല എന്ന് തങ്ങൾ പറയുന്ന സാഹചര്യം മാത്രമല്ല, കോഴിക്കോട്ട് നിന്നും ലീഗ് മന്ത്രിമാരുടെ സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതായത് ചുരുക്കത്തിൽ മന്ത്രിസഭയുടെ പട്ടിക വരുമ്പോൾ ലീഗിൽ 4 മന്ത്രിമാരെ കണ്ടാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണോ? എൽദോ, മുൻപ് ശക്തമായിട്ട് 5ാം മന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ആവശ്യപ്പെട്ടിരുന്ന ലീഗ് അവരുടെ നിലപാടിൽ ഇപ്പം മയപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. UDF-ന് പ്രതിസന്ധി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന സൂചനകൾ തന്നെയാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായി 4 മന്ത്രിസ്ഥാനത്തിലേക്ക് ഒതുങ്ങാൻ അതിൻ്റെ ഒരു സാധ്യത തള്ളിക്കളയാതെയാണ് PMA സലാമിൻ്റെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും വാക്കുകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മുൻപ് അവകാശമായിട്ട് അർഹതമായി നേടിയ 5 മന്ത്രിസ്ഥാനത്തും ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം തന്നെയാണ്. പ്രത്യേകിച്ച് VD സതീശനെ സമ്മർദ്ദപ്പെടുത്തിയാണ് കോൺഗ്രസ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ലീഗിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 4 മന്ത്രി, അതിന് പുറമെ ഏതെങ്കിലും ഒരു സുപ്രധാന പദവി, സ്പീക്കറുടെയോ അല്ലെങ്കിൽ ചീഫ് വിപ്പിൻ്റെയോ അങ്ങനെ ഒരു സുപ്രധാന പദവി എന്ന ഒരു വാഗ്ദാനം, അതിലേക്ക് ലീഗ് ഭയപ്പെടും, അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. പക്ഷേ അതോടൊപ്പം തന്നെ ലീഗിനുള്ളിൽ തന്നെ വലിയ തോതിൽ തന്നെ സമ്മർദ്ദവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് 5 മന്ത്രിസ്ഥാനത്തിന് അർഹരായിട്ട് 6ഓ 7ഓ പേരാണ് തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു മന്ത്രിസ്ഥാനം കുറയുമ്പോൾ അതിന് വലിയ വില ലീഗിനുള്ളിൽ കൊടുക്കേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ടാകുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ എന്നീ 2 പേർക്ക് പുറമെ പാറക്കൽ അബ്ദുള്ള, അതേപോലെ അബ്ദുൽ ഗഫൂർ, PK ബഷീർ, KM ഷാജി, ഈ പേരുകളാണ് ഏറ്റവും സജീവമായിട്ട് ചർച്ചയിൽ വന്നിരിക്കുന്നതും പരിഗണനയിലുള്ളതും. അതിൽ തന്നെ PK ബഷീറിനെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പാറക്കൽ അബ്ദുള്ളയെ ഒഴിവാക്കാനുള്ള ഒരു ചർച്ചയ്ക്കെതിരെയും വലിയ തോതിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എതിർപ്പ് വന്നിട്ടുണ്ട്. കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു മന്ത്രി വേണമെങ്കിൽ അത് പാറക്കൽ അബ്ദുള്ള ആവണം എന്ന നിർബന്ധമാണ് ജില്ല കോഴിക്കോട്ടെ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PK ബഷീറിനെ ഉൾപ്പെടുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു മലബാർ എന്നുള്ള നേതാവിനെ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ട്. PK ബഷീറിന് വേണ്ടിയും വലിയ സമ്മർദ്ദമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ബഷീറിനായിട്ടുള്ള ആഹ്വാനങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിൽ തന്നെ അത്തരത്തിൽ ഓരോ നേതാക്കൾക്ക് വേണ്ടി അണികൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് നിലവിലുള്ള 5-ൽ നിന്ന് 1 കുറയുന്ന ഒരവസ്ഥയിലേക്ക് കൂടി വരുന്നത്. സ്വാഭാവികമായിട്ട് ലീഗിനുള്ളിൽ ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ലീഗ് ഒരിക്കലും മുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. പ്രത്യേകിച്ച് VD സതീശന്റെ നേതൃത്വത്തിലായിരിക്കും ഒരുപക്ഷെ ഈ ഉപാധി ചർച്ചകൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ലീഗ് ചില വിട്ടുവീഴ്ചകൾ തയ്യാറാവേണ്ട സാഹചര്യം തന്നെയായിരിക്കും വരിക. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത, അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്, കോൺഗ്രസിന്റെ മന്ത്രിമാർ ഏതെല്ലാം ജില്ലകളിൽ നിന്നുള്ളവരായിരിക്കും എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് അൻവർ സാദത്തിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ B അബ്ദുൽ ഗഫൂറിന്റെ സാധ്യതകൾ UDF-ൽ ഒരു ജില്ലയിൽ നിന്ന് ഒരേ സമുദായത്തിൽപ്പെട്ട 2 മന്ത്രിമാർക്ക് സാധ്യത കുറവാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരെന്നത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ലീഗിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തുക. എന്താണെങ്കിലും ഏറെ വൈകാതെ തന്നെ ഇതിൽ ഇപ്പോഴുള്ള അവ്യക്തതകൾ അവസാനിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട UDF-ന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ലീഗ് നീങ്ങില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് നേതൃത്വം ഇപ്പോഴുള്ളത്. റൈറ്റ്. എന്തായാലും ലീഗ് ഒന്ന് മയപ്പെടുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് മന്ത്രിമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിലെങ്കിലും. 5 മന്ത്രിമാരെന്നുള്ള അവകാശവാദം അങ്ങനെ ഒരു വാശിപിടുത്തമില്ല എന്നാണ് തങ്ങൾ അറിയിച്ചത്. UDF-ൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച കീറാമുട്ടിയാവുകയാണ്. ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പൻ ഇടഞ്ഞപ്പോൾ 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. വകുപ്പുകൾ ഏതൊക്കെ നൽകണമെന്ന കാര്യത്തിലും ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. ടേം വ്യവസ്ഥ സ്വീകാര്യമല്ല എന്നും VD സതീശൻ വാക്കുപാലിക്കണം എന്നുമായിരുന്നു മാണി സി കാപ്പന്റെ പ്രതികരണം. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ചർച്ച തീർന്നിട്ടില്ല. ഇപ്പം അങ്ങോട്ട് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ വിളിക്കും. 2 മണിക്കാണ് ഗവർണർ അടുത്ത്
ലക്ഷ്യം 2.5 വർഷം ഇപ്പോൾ പറയുന്നത്, അതിലൊരു അതൃപ്തി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നോട്. മന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ഇന്നലെ. ബാക്കി കാര്യങ്ങൾ ടേം വ്യവസ്ഥ പറഞ്ഞു, എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഇന്ന് വീണ്ടും സംസാരിക്കാവുന്നതാണ്. ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? വേറെ ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചിട്ടില്ല. ഒരു മറുപടി പറയട്ടെ. 5 വർഷം തന്നെ വേണം എന്ന ആവശ്യം. അല്ല, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അനുകൂലമല്ലെങ്കിൽ അത് അന്നേരം ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പൊ എങ്ങനെയാ പറയുന്നത്? അതെ, മന്ത്രിയാകുന്നതിനെ കുറിച്ച് തീരുമാനമാകുന്ന പിന്നെയാണ് വകുപ്പിന്റെ കാര്യം. അതിപ്പോട്ട് നമ്മളിവിടെ പറയേണ്ട കാര്യമല്ലല്ലോ. പറയേണ്ട ആളുകളല്ലേ പറയേണ്ടി. പിന്നെ ഏതായാലും ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്, അത് കഴിഞ്ഞേ ഫൈനലായിട്ട് തീരുമാനമാകുള്ളൂ. VD സതീശൻ തന്നെ വന്ന് പ്രസംഗിച്ചല്ലേ പാലയില്. വാണിജ്യ കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, കൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. അങ്ങനെ VD സതീശൻ പ്രസംഗിച്ചു. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ഇത് പാലായ്ക്കൊരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നു. നമ്മുടെ രണ്ടു കൂട്ടർ രണ്ടാളും ഇത് പറഞ്ഞതാണ്. അതറിഞ്ഞിട്ടല്ലേ പറയാൻ കൂട്ടു. അവരിപ്പോ പറയാം 2.5 വർഷമേ തരുന്നുള്ളൂ, ഇത് ആദ്യത്തെ അല്ല രണ്ടാമത്തെ ടൈമേ പറ്റുള്ളൂ, അന്നേരമല്ലേ മറുപടി പറയണ്ടേ. അത് പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ടീം UDF എന്നല്ലേ പറഞ്ഞത്. ആ ടീമിൽ എല്ലാവരും ഇല്ലേ? ഞാൻ ഒരു ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. 6 പേര് കളിക്കുന്ന ടീമിൽ ഒരാളെ മാറ്റി വെച്ചിട്ട് കളിക്കാൻ പറ്റുമോ? 6 പേരുള്ള ടീമിൽ 6 പേരുണ്ട്. ചിലർ നല്ല കളി, ഏറ്റവും ടോപ്പ് കളിക്കാരാണ്. ജിമ്മി ജോർജ് കളിച്ച ടീമിൽ കളിച്ചിട്ടുള്ള ആളാണ്. ജിമ്മി ജോർജിന്റെ സ്റ്റാൻഡേർഡ് എനിക്കില്ല കളിയിൽ. എന്ന് വെച്ചാൽ എന്നെ ടീമിലോട്ട് പുറത്തോട്ട് ഇരുത്തിയിട്ടാണ് കളിക്കുന്നത്, അല്ല ഒന്നിച്ചാണ് കളിക്കുന്നത്. അപ്പൊ അത് വരുമ്പം ആലോചിച്ചോളൂ. പിതാവുമായിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. എന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ ഇതിലാണ്. ഞാൻ സമ്മർദ്ദം ചെലുത്താൻ വന്നതല്ല, സഹായാഭ്യർത്ഥിക്കാനും വന്നതല്ല. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല, പിതാവിനോട് തന്നെ ചോദിച്ചു. പിതാവിനെ കാണാൻ വന്നു. ഈ പല പിതാക്കന്മാരായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെയാണെന്ന് പറഞ്ഞാലല്ലേ. ഇന്നലെ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, പറ്റിയല്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. നിങ്ങളെ കാണാൻ ഞാൻ നിന്നില്ല, ഞാനിങ്ങനെ വഴിക്ക് പോയി. അനൂപ് ജേക്കബ് നിങ്ങളുടെ അടുത്ത് ഒന്ന് മറുപടി പറഞ്ഞു, ഞാൻ പറയാൻ നിന്നില്ല. ഓപ്പണായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ ഞാനില്ല. രഞ്ജിത്ത് രാമേന്ദ്രൻ ഒപ്പം കിരൺ ബാബു വിവരങ്ങൾ നൽകും. അത് രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, VD സതീശൻ വാക്കു പാലിക്കണം എന്നുള്ളതായിരുന്നു അതിലെ പ്രധാന പരാമർശം. മാത്രമല്ല, വോളിബോൾ പ്ലെയർ ആയിട്ടുള്ള മാനസി കാപ്പൻ പറയുന്നു, ഒരു ടീം UDF ആകുമ്പോൾ ഒരാളെ മാറ്റി നിർത്തി ഇങ്ങനെ കളിക്കാൻ കഴിയുമെന്ന്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഓപ്ഷനും ഈ കളിക്കളത്തിലുണ്ട് എന്നുള്ളത് മനഃപൂർവ്വം മറന്നതായിരിക്കും. എന്താണെങ്കിലും ഈ ടേം വ്യവസ്ഥയിൽ ഒരു തരത്തിലും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതോ മറ്റെന്തെങ്കിലും തന്ത്രം ആണോ മാനസി കാപ്പൻ ഇപ്പോൾ പായിക്കുന്നത്? മാണി കാപ്പൻ മാത്രമല്ല എൽദോ, ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനും ശക്തമായ ചില വാദഗതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വേണം കരുതാൻ. മാണി കാപ്പൻ പറഞ്ഞത് തന്നോട് പാലയിൽ പ്രചരണത്തിൽ വന്നപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ വളരെ വ്യക്തമായി തന്നെ തനിക്ക് 5 വർഷം മന്ത്രിസ്ഥാനം ഉണ്ടാകും എന്നുള്ള സൂചനകൾ നൽകിയതാണ്. അതുമാത്രമല്ല, പാലയിൽ കനത്ത മത്സരത്തിനൊടുവിലാണ് നമുക്കറിയാം ജോസ് കെ മാണിയെയും ഷോൺ ജോർജിനെയും ഒക്കെ മലർത്തിയടിച്ച് മാണി കാപ്പൻ തന്റെ തെരഞ്ഞെടുപ്പ് കോർട്ടിൽ വലിയ വിജയം നേടിയത് എന്നുള്ളതാണ്. ആ പരിഗണന തനിക്ക് വേണമെന്നുള്ള ആവശ്യമാണ് മാണി കാപ്പൻ മുന്നോട്ട് വെക്കുന്നത്. 2.5 വർഷം ടേം വ്യവസ്ഥ എന്നുള്ളത് തനിക്ക് ഒട്ടും സ്വീകാര്യമല്ല എന്നും പറയുന്നുണ്ട്. ജലവിഭവ വകുപ്പ് നേരത്തെ PJ ജോസഫിന്റെ വകുപ്പായിരുന്നു. ജലവിഭവ വകുപ്പ് ഒരുപക്ഷെ ലഭിക്കാനാണ് സാധ്യതയുള്ളത്. അത് 2.5 വർഷം പോരാ, ഫുൾ ടൈം തനിക്ക് വേണമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മാണി കാപ്പനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ തൽക്കാലം അത്തരത്തിലൊരു ആലോചന പോലും UDF ഇല്ല എന്ന് വേണം കരുതാൻ. ഏകാംഗ കക്ഷികളായ ജേക്കബ് ഗ്രൂപ്പിനും ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മാണി കാപ്പന്റെ കേരള KDP എന്ന പാർട്ടിക്കും 2.5 വർഷം വീതം തൽക്കാലം വീതം വെച്ച് നൽകാൻ തന്നെയാണ് തീരുമാനം. അതിൽ കടുത്ത അതൃപ്തിയിലാണ് മാണി കാപ്പൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അനൂപ് ജേക്കബിന്റെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായാൽ മാത്രമായിരിക്കും അനൂപ് ജേക്കബിന്റെ പ്രതികരണം ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഞാൻ ആദ്യം പറഞ്ഞ ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിസ്ഥാനം വേണം എന്ന വ്യവസ്ഥയിൽ, ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൽ കടുംപിടുത്തം തുടരുകയാണ്. മറ്റൊന്നുമല്ല, 22 MLA മാർ മാത്രമുള്ള ലീഗിന്
5 മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ 7 MLA-മാരുടെ തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നവർ വ്യക്തമാക്കുകയാണ്. മന്ത്രിസ്ഥാനത്തിന് പകരമാവില്ല ചീഫ് വിപ്പ് സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും എന്നാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധി കൂടിയായ മോൻസ് ജോസഫ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധി ഈ മുന്നണി സീറ്റ് വിഭജനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന KPC ഓഫീസിൽ ഇപ്പോൾ VD സതീശൻ അല്പം മുമ്പ് തിരിച്ചെത്തി. അദ്ദേഹം നിരവധി ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇവിടെ തിരിച്ചെത്തിയത്. ഇനിയിപ്പോൾ നേരിട്ട് ഘടകകക്ഷിതാക്കളുമായി കാണാനുള്ള സമയമോ സന്ദർഭമോ ഒന്നുമില്ല. 3:30 മണിയോടുകൂടിയെങ്കിലും ലിസ്റ്റ് ഗവർണർ ഓഫീസിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ KPC നിയുക്ത. ഇപ്പോൾ ഇതാ PMA സലാം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. രഞ്ജിത്തിലേക്ക് എത്താം. അത് കൊടുക്കുമ്പോഴേ അറിയോ അതിൽ കൂടുതലുണ്ടായാലോ. ലീഗിലെ 5 മന്ത്രിമാരുടെ അവകാശവാദത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കുള്ള പ്രതികരണമാണ് കേട്ടത്. PMA സലാമാണ് പ്രതികരിച്ചത്. രഞ്ജിത്തിലേക്ക് വീണ്ടും. രഞ്ജിത്ത്, എന്താണെങ്കിലും ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെ അവിടെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലം ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഈ നാളെയാണല്ലോ സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മന്ത്രിമാരുടെ ലിസ്റ്റ് മാത്രമെങ്കിലും നൽകണമല്ലോ. തീർച്ചയായും ഇന്നിപ്പോൾ ലിസ്റ്റ് മിക്കവാറും ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വൈകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. 3:30 മണിക്ക് ഗവർണറെ കാണുക. നേരത്തെ 2 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. 2 തൊട്ട് 3:30 വരെ ഗവർണർ കാണാനുള്ള സമയം നൽകിയിട്ടില്ല. അതിനുശേഷമുള്ള ഒരു സമയമായിരിക്കും നൽകുക. നമ്മൾ രാജ്ഭവൻ കേന്ദ്രങ്ങളുമായി ലോക്ഭവൻ കേന്ദ്രങ്ങളുമായി സംസാരിച്ചിരുന്നു. ഇതുവരെ അത്തരം ഒരു സമയവുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ജോസഫ് ഗ്രൂപ്പിന്റെ സമ്മർദ്ദതന്ത്രമാണ് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം അവർക്ക് കുറച്ചുകൂടി കരുത്തുള്ള ഒരു വകുപ്പ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റവന്യൂ അടക്കമുള്ള വകുപ്പുകളിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അത് വേണമെന്ന ആവശ്യമാണ്. നേരത്തെ അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ അവർക്ക് താല്പര്യമില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ വകുപ്പുകൾ കൂടുതലായി വാങ്ങാനുള്ള സമ്മർദ്ദതന്ത്രമാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഷിബു ബേബി ജോണും നല്ല വകുപ്പ് വേണം, തൊഴിൽ വകുപ്പ് തനിക്ക് വേണ്ട, തനിക്ക് മറ്റ് വകുപ്പുകളാണ് താല്പര്യം എന്നുള്ള വിവരങ്ങളും മറ്റും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സഹകരണ വകുപ്പ് വേണമെന്ന ആവശ്യം CP ജോൺ മുന്നോട്ട് വെച്ചൊരു പശ്ചാത്തലമുണ്ട്. തുറമുഖം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ CMP കൈകാര്യം ചെയ്ത വകുപ്പാണ്. പക്ഷേ അത് ഇപ്പോൾ VD സതീശൻ കൈവശം വെക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനിയും നിയുക്ത മുഖ്യമന്ത്രി നേതാക്കളുമായി ഫോണിൽ ആശയവിനിമയം നടത്തുക മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നേരിട്ട് നേതാക്കളെ കാണാനുള്ള സമയം ഇനിയില്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ ആശയവിനിമയം നടത്തി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഇപ്പോൾ VD സതീശനുള്ളത്. KPC ഓഫീസിനുള്ളിൽ പ്രതിപക്ഷ നിയുക്ത മുഖ്യമന്ത്രി അടക്കമുണ്ട്. അവർ കൂടിയാലോചനയിലാണ്. ഇടയ്ക്ക് പുറത്തു പോയിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. നമ്മൾ അതോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും തീരുമാനമായോ എന്ന്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എനിക്കില്ലാത്ത ടെൻഷൻ എന്തിനാണ് നിങ്ങൾക്ക് എന്നുള്ള മറുപടിയാണ് നിയുക്ത മുഖ്യമന്ത്രി നൽകിയത്. ഏതായാലും 4 മണിക്കകമെങ്കിലും ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് UDF നേതൃത്വം. എൽദോ റൈറ്റ്. രഞ്ജിത്ത് രാമേന്ദ്രനാണ് ചേർന്നത്. ഇനി കിരൺ ബാബുവിലേക്ക് കൂടി പോവുകയാണ്. കിരൺ, ഈ പട്ടിക വൈകുന്ന സാഹചര്യമാണല്ലോ. ഈ പട്ടിക ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ കോൺഗ്രസിൽ പോലും ഒരു പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നു. രാവിലെ വരെ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂരിൻ്റെ പേരായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ VT ബൽറാമിൻ്റെ പേര് വരുന്നു. ആരോഗ്യം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് K മുരളീധരൻ പറയുന്നു. ഇതിൻ്റെ പ്രശ്നം ഈ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമാകാതെ പോകുന്നു എന്നതിനൊപ്പം തന്നെ മന്ത്രിമാരുടെ പട്ടികയിലും കോൺഗ്രസിൽ പോലും ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ? എന്താണ് സാഹചര്യം? എൽദോ, വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്കൊന്നും ഇപ്പോഴും ഒന്നും പോയിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ അടിയന്തരമായ പ്രാധാന്യമുള്ള ഒരു വിഷയവുമല്ല അത്. വകുപ്പ് ആകെ ഒറ്റ പ്രാധാന്യമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന് ആഭ്യന്തരം വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഉൾപ്പെട്ടു. മറ്റാരെങ്കിലും ഇന്ന വകുപ്പ് കിട്ടിയാലേ മന്ത്രിസഭയിലേക്ക് വരൂ, അല്ലെങ്കിൽ ഇന്ന വകുപ്പ് കിട്ടിയില്ലെങ്കിൽ വരില്ല, അങ്ങനെ ഒരു നിലപാട് മറ്റാർക്കുമില്ല. അവർക്ക് ന്യായമായ വകുപ്പ് കിട്ടണോ, അല്ലെങ്കിൽ അവർ ചില ആഗ്രഹിക്കുന്ന വകുപ്പ് കിട്ടണമെന്നൊക്കെ ഉള്ളൂ. അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം കോൺഗ്രസിൻ്റെ മന്ത്രിമാരുടെ പട്ടിക അന്തിമമാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഇപ്പോഴും ചില തർക്കങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ആ തർക്കങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് അത് പരിഹരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഏകദേശം തിരുവഞ്ചൂരുമായി സംസാരിച്ച് അദ്ദേഹം ആദ്യം സ്പീക്കർ സ്ഥാനമാണെങ്കിൽ താനില്ല എന്നുള്ള ഉറച്ച നിലപാടൊക്കെ സ്വീകരിച്ചു. തിരുവഞ്ചൂർ മറ്റു ചില ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഘടകകക്ഷികളിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളൊക്കെ മന്ത്രിമാരായി വരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ ഇതുവരെ മന്ത്രിസഭയിൽ ഇരുന്നിട്ടില്ലാത്ത VD സതീശന് എക്സ്പീരിയൻസ്ഡ് ആയ ചില
ആളുകൾ കൂടെ ഉണ്ടാവണം. അത് തിരുവഞ്ചൂരാണ്. കേരളത്തിൽ അങ്ങനെ ഇരുത്താൻ കഴിയുന്ന കോൺഗ്രസ് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ തിരുവഞ്ചൂരാണ്. ഏതെങ്കിലും ഒരു മന്ത്രിസഭയിൽ വിഷയങ്ങൾ വന്നാലും മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന രീതിയിലൊക്കെ ഇടപെടാൻ കഴിയുന്ന ഒരാൾ തിരുവഞ്ചൂരാണ്. അങ്ങനെ ഒരാൾ വേണം എന്നുള്ള ആവശ്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഇരുത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നത് ആകെ ഈ നായർ പ്രാതിനിധ്യം വല്ലാതെ കൂടും എന്നുള്ളൊരു അവസ്ഥ വന്നാണ്. അത് അങ്ങനത്തെ ഒരു അവസ്ഥ കോൺഗ്രസിന് പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹത്തെ സ്പീക്കറാക്കാമെന്നൊരു നിർദ്ദേശം വന്നത്. ഇന്ന് രാവിലെയാണ് വീണ്ടും സ്പീക്കർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി പകരം വി ടി ബൽറാമിന്റെ വിഷയം വി ടി ബൽറാം നേരത്തെ കെ സി പക്ഷത്ത് നിന്നാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്താണ് അദ്ദേഹം വി ഡി സതീശനൊപ്പം ചേരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വി ടി ബൽറാം കെ സി പക്ഷത്തുമില്ല, വി ഡി സതീശന്റെ പക്ഷത്ത് പൂർണ്ണമായും അദ്ദേഹത്തിന് ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്ക് എത്തിയോ എന്ന കാര്യത്തിലടക്കം സംശയമുണ്ട്. വി ഡി സതീശന് താല്പര്യമുള്ള പേരുകൾ ഒന്നായി തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ഒരു നിമിഷം, ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്. എന്താണ് പ്രതികരണമെന്ന് കേൾക്കാം. ഉള്ളിലേക്ക് കയറും മുമ്പ് പറഞ്ഞത് 5 മന്ത്രിമാരെന്നുള്ള അവകാശവാദത്തിൽ വാശിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് പറയുന്നു? കാര്യമായിട്ടുള്ള പ്രതികരണം അവിടെ സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിന്റെ വിവരങ്ങൾ തേടാമെന്നാണെങ്കിലും കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കോൺഗ്രസ് മന്ത്രിസഭാ പട്ടിക വൈകും. തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കാമെന്ന നിർദ്ദേശം അദ്ദേഹം തള്ളി. മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന കടുത്ത നിലപാടിലാണ് തിരുവഞ്ചൂര്. ആരോഗ്യം ഏറ്റെടുക്കാൻ വിമുഖതയെന്ന് കെ മുരളീധരനും അറിയിച്ചു. റവന്യൂ വകുപ്പിന് വേണ്ടി അവകാശവാദവുമായി സണ്ണി ജോസഫ് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സണ്ണിയെ ആരോഗ്യമന്ത്രി ആക്കണമെന്നാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകിയേക്കില്ല. പട്ടിക ഇന്ന് വൈകിട്ട് ഗവർണർക്ക് കൈമാറുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. UDFന്റെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ടീമായിരിക്കും മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു നല്ല ടീമിനെ ആയിരിക്കും അണിനിരത്തുന്നതിന് സംശയമാണ്. UDFന്റെ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഏതെങ്കിലും മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ പോകുന്ന കക്ഷികളല്ല. എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് നടപ്പിലാക്കും. അതേ നടക്കുകയുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെതായ രീതികളുണ്ട്, ആശയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. ലീഗിൻ്റെതായിട്ടുണ്ടാവും. പക്ഷേ ഇത് UDF സംവിധാനമാകുമ്പോൾ പരസ്പരം അംഗീകരിച്ച് എല്ലാവർക്കും യോജിക്കാവുന്ന നടപടികളുമായിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇങ്ങനെ വേറെ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് നല്ല സുഗമമായ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം എതിർക്കുന്നതായിട്ട് ജനം മനസ്സിലാക്കും. ആർ കിരൺ ബാബു തുടരുന്നതിനൊപ്പം VB അരുണും. അരുൺ, ഈ കോൺഗ്രസിലെ മന്ത്രി ചർച്ചകൾ അതിങ്ങനെ ഉത്തരം കിട്ടാതെ നീളുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ പേരുകൾ മാറി വരുന്നു. എന്തായാലും ഈ വകുപ്പ് ഏതാണെന്നുള്ളത് സത്യപ്രതിജ്ഞാ സമയത്ത് മുമ്പ് നൽകേണ്ടതില്ല എങ്കിൽ പോലും ആ മന്ത്രിമാരൊക്കെയാണെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തേണ്ട സാഹചര്യം സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും 2 മണി കോൺഗ്രസിന്റെ ഒരു ശീലം വെച്ചും കോൺഗ്രസിന്റെ രീതി വെച്ചും സമയം അതിക്രമിച്ചു നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് റെക്കോർഡ് വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പറയുന്നത്. പക്ഷേ ഇന്ന് 2 മണിക്ക് ഗവർണറെ കണ്ട് പട്ടിക കൈമാറും എന്ന് ഇന്നലെ മാധ്യമങ്ങളോട് രാത്രി പറഞ്ഞത് ദീപാദാസ് മുൻഷിയാണ്, ACC ജനറൽ സെക്രട്ടറിയാണ്. ഗവർണറെ കാണുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ആദ്യം മാധ്യമങ്ങളോട് പറയുമെന്ന് പറഞ്ഞത് VD സതീശൻ, നിയുക്ത മുഖ്യമന്ത്രിയാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് 2 മണിക്ക് മുമ്പ് 2 മണിക്ക്
ഗവർണറെ കാണാനുള്ള സാധ്യതയില്ല. അതിന് ആ രീതിയിലല്ല ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അദ്ദേഹം ആഗ്രഹിച്ചത് മന്ത്രിസ്ഥാനമാണ്. നേരത്തെ അദ്ദേഹം മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും. ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. ഇത്തവണ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം തന്നെ വേണം, വകുപ്പ് തന്നെ വേണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. കെ സി വേണുഗോപാൽ പക്ഷത്തെ പ്രധാനി കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരമൊരു ആവശ്യം മുന്നോട്ട് വച്ചു. പക്ഷേ സ്പീക്കർ സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകാൻ വി ഡി സതീശൻ താല്പര്യപ്പെട്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് ശക്തമായി എതിർക്കുകയാണ്. രാഷ്ട്രീയം പറയേണ്ട ആളാണ് താൻ. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ രാഷ്ട്രീയം പറയേണ്ട തനിക്ക്, അത് പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയം പറയാൻ താല്പര്യമുള്ള തനിക്ക്, അതിന് യോഗ്യനായ തനിക്ക് സ്പീക്കർ സ്ഥാനം വേണ്ട നിലപാട് തിരുവഞ്ചൂർ സ്വീകരിച്ചു. അതിലൊരു തർക്കം ഇപ്പോഴും തുടരുകയാണ്. വി ടി ബൽറാമിനെ, വി ഡി സതീശനൊപ്പം അവസാന നിമിഷം എത്തിച്ചേർന്ന വി ടി ബൽറാമിനെ സ്പീക്കർ പദവിയിലേക്ക് പരിഗണിക്കാനായിരുന്നു വി ഡി സതീശന്റെ നീക്കം. പക്ഷെ അതും ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ ഉടക്ക് തടസ്സമാവുകയാണ്. ആരോഗ്യവകുപ്പാണ് കെ മുരളീധരൻ നൽകിയത്. പക്ഷേ അദ്ദേഹം അത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അദ്ദേഹം നേരത്തെ 2001 സർക്കാരിന്റെ കാലത്ത് മാസങ്ങളിൽ മാത്രമാണ് മന്ത്രിയായിരുന്നെങ്കിലും അന്ന് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. വൈദ്യുതി വകുപ്പാണ് അദ്ദേഹത്തിന് ആവശ്യം. മുരളീധരൻ ആരോഗ്യം ഏറ്റെടുത്താൽ റവന്യൂ വകുപ്പായിരുന്നു അപ്പോൾ സണ്ണി ജോസഫ് ചോദിച്ചിരുന്നത്. സണ്ണി ജോസഫിന് റവന്യൂ നൽകാൻ തീരുമാനവുമായതാണ്. പക്ഷേ മുരളീധരൻ മാറുന്ന സ്ഥിതിക്ക് ആരോഗ്യ വകുപ്പിലേക്ക് സണ്ണി ജോസഫ് വരും. ആ റവന്യൂ വകുപ്പിലേക്ക് പി സി വിഷ്ണുനാഥിന്റെ പേരാണ് ഇപ്പോൾ ഉള്ളത്. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലാണ് മറ്റൊരു വലിയ തർക്കം നടക്കുന്നത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ അവസാന ഘട്ടം ഈ സാമുദായിക സമവാക്യങ്ങളും മറ്റ് കണക്കുകളും ഒക്കെ പരിഗണിക്കുമ്പോൾ, കൂട്ടിക്കഴിക്കുമ്പോൾ അവിടെ പുറത്തേക്കുള്ള വഴിയാണ് ചാണ്ടി ഉമ്മന് തെളിയുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. പക്ഷേ ഡൽഹിയിൽ നിന്ന് ചാണ്ടി ഉമ്മന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് എന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ആ പ്രതീക്ഷ ചാണ്ടി ഉമ്മൻ ഇപ്പോഴും ഉണ്ട്. എങ്കിലും അദ്ദേഹവുമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, നിയുക്ത മുഖ്യമന്ത്രി അടക്കമുള്ള ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ടുമില്ല. മന്ത്രിസ്ഥാനം ലഭിച്ചാൽ യുവജനകാര്യ സ്പോർട്സ് വകുപ്പായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഷാനിമോൾ ഉസ്മാനെ എങ്ങനെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. ഷാനിമോളിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വി ഡി സതീശൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുള്ള സാമുദായിക സമവാക്യത്തിന് അവിടെയും വില്ലനാവുകയാണ്. അവരെ അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ആലോചിക്കുന്നു. അല്പസമയം മുമ്പ് ശിവഗിരി മഠം അധികൃതർ നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. 9 പേർ തങ്ങളുടെ സമുദായത്തിൽ ജയിച്ചു, 6 പേരെ മന്ത്രിയാക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന നിയുക്ത മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സച്ചിദാനന്ദ, ശിവഗിരി മഠം അധ്യക്ഷൻ, മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. നാടാർ സഭ ഇപ്പോൾ എൻ ശക്തന് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. എൻ ശക്തൻ മന്ത്രിസ്ഥാനത്തേക്ക് ആദ്യം തന്നെ ഫ്രണ്ട് റൺ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തെ പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള നീക്കം നടന്നു. അതും ഇല്ല. ഇപ്പോൾ എൻ ശക്തനും പുറത്തേക്കുള്ള വഴി തുറക്കുന്നു എന്ന സൂചനകൾ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആ ഒരു സമുദായവും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. സമ്മർദ്ദം ശക്തമാക്കണം. അങ്ങനെ സാമുദായിക സംഘടനകൾ പരസ്യമായി തന്നെ ഈ നേതാക്കൾക്ക് വേണ്ടി, മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി എണ്ണം പറഞ്ഞ്, കണക്ക് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നീളുകയാണ്. ഏതായാലും 2 മണിക്ക് നടക്കില്ല, വൈകിട്ടത്തേക്കെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് വി ഡി സതീശൻ നടത്തുന്നത്. റൈറ്റ്, വി വി അരുണാണ് ചേർന്നത്. ആർ കിരൺ ബാബു, ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച പോലെ പാർട്ടി കോൺഗ്രസ് ആണ്, അതുകൊണ്ട് തന്നെ സമയം അതിക്രമിച്ചു എന്ന് പറയാനും കഴിയില്ല. അപ്പോഴും ചില കാര്യങ്ങൾ, ഈ സാമുദായിക ഇക്വേഷനുകൾ നോക്കിയുള്ള മന്ത്രിസഭാ തീരുമാനം, ഇപ്പോൾ രണ്ടാമത്തെ വനിതാ മന്ത്രി ആരാണെന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. ഇനി ലീഗ് ഒരു മന്ത്രിയെ കുറയ്ക്കാൻ തയ്യാറായാൽ, 4 എന്നുള്ള കണക്കിൽ കൈ കൊടുത്താൽ അവിടെ ഷാനിമോളിനുള്ള വഴി തുറക്കുമോ? അല്ലെങ്കിൽ മറ്റ് പോസിബിലിറ്റീസ്, സജഷൻസ്, സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? എൽദോ, അവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ഒന്ന്, വനിതകൾ, 2 വനിതകൾ ഉണ്ടാവണം. 2 പട്ടികജാതി പട്ടികവിഭാഗത്തിൽ നിന്ന് 2 പേരുണ്ടാവണം. ഇതാണ് ഹൈക്കമാൻഡിന്റെ പൊതു മാനദണ്ഡമായി അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പരമാവധി യുവാക്കളെ, ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തണം. ഭാവിയിലേക്ക് കോൺഗ്രസിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നേതാക്കളെ ഉൾപ്പെടുത്തണം. ഈ ഒരു പൊതു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വനിതകൾ 2 പേരുണ്ടാവണം. ഒരാൾ ബിന്ദു കൃഷ്ണ, അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സ്വാഭാവികമായും ഈ ജാതിമത സമവാക്യം എന്നൊക്കെ പറയുമ്പോഴും അത്യാവശ്യം എല്ലാ സമുദായത്തിൻ്റെയും പ്രാതിനിധ്യമൊക്കെ ഉറപ്പാക്കേണ്ടത് സ്വാഭാവികമായ ആവശ്യമാണ്. ഈഴവ വിഭാഗത്തിൽ നിന്ന് 2 പേർ, അങ്ങനെ എം ലിജുവും ബിന്ദു കൃഷ്ണയും, ഇവർ 2 പേരെയും അങ്ങനെ ഒരു സമുദായ കണക്കിൽ നോക്കിയാലും, അല്ല അവർ 2 പേരും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും വരേണ്ടവർ തന്നെയാണ്. അത് മറ്റൊരു കാര്യം. പക്ഷേ അതുകൂടിയൊക്കെ പരിഗണിക്കേണ്ടി വരും. അപ്പം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 3 പേരുകളാണുള്ളത്. ഒന്ന് ഷാനിമോൾ ഉസ്മാനെ പിന്തുണയ്ക്കുന്നത് വി ഡി സതീശനാണ്. 2 ടി സിദ്ദിഖാണ്. ടി സിദ്ദിഖ് ഇപ്പോൾ കെ സി പക്ഷമാണ്, പഴയ എ ഗ്രൂപ്പിന്റെ നേതാവാണ്, വയനാട് നിന്നുള്ള MLA ആണ്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനൊക്കെ ആയിരുന്നു. മൂന്നാമത്തെ ആൾ അൻവർ സാദത്ത്,
അൻവർ സാദത്ത് 4ാമത് ജയിക്കുന്ന ആളാണ് ഒരേ മണ്ഡലത്തിൽ നിന്ന്. അത് CPM നിന്ന് മണ്ഡലം ആലുവ മണ്ഡലം പിടിച്ചെടുത്ത് 4 തവണ 2 തവണ ഇടതു തരംഗത്തിലും അവിടെ നിന്ന് ജയിച്ച ആളാണ്. രമേശ് ചെന്നിത്തല പക്ഷക്കാരനാണ്. ഈ 3 പേരുടെ പേരുകളാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പരിഗണനയിലുള്ളത്. ഈ 3 പേരിൽ ആര് വരും എന്നതിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും സ്വാഭാവികമായി വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് ടി സിദ്ദിഖായിരുന്നു. ടി സിദ്ദിഖിന്റെ പേര് വരുന്നതിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് രമേശ് ചെന്നിത്തല IC ബാലകൃഷ്ണന്റെ പേര് വെച്ചു. IC ബാലകൃഷ്ണൻ വയനാട് നിന്നുള്ള MLA ആണ്. 4ാം തവണ MLA ആവുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് IC ബാലകൃഷ്ണൻ. അങ്ങനെ ഒരാളുടെ പേര് വെക്കുമ്പോൾ അത് ഹൈക്കമാൻഡ് വെട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ആയാലും മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും അതിന് ഒരു മറ്റ് പരിഗണനകളും നോക്കേണ്ടതില്ല. ഈ പേര് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്. കാരണം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ST വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം നൽകിയത് രാഹുൽ ഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് PK ജയലക്ഷ്മി ആദ്യമായി കേരളത്തിൽ മന്ത്രിയാവുന്നത്. അല്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ അതിനു മുമ്പ് ഒരു ST വിഭാഗത്തിൽ ഒരാൾ പോലും മന്ത്രിയായിട്ടില്ല. സ്വാഭാവികമായും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ നിന്നുള്ള ടി സിദ്ദിഖ് അതൊക്കെ അതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അവസാനത്തെ ഡോക്ടർ MK മുനീറിന്റെ വാക്കുകൾ പ്രകാരം കുറച്ചുകൂടി വ്യക്തത വരുന്നു എന്ന് തോന്നുന്നു. കിരൺ 5 പേരുടെ പേരാണ് കൊടുത്തത്. ഏതാണേലും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നു. എന്തായാലും നമ്മൾ ആ വാർത്തയിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നു, ലീഗ് ചിലപ്പോൾ വഴങ്ങാനുള്ള സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ അന്തിമ തീരുമാനം എന്തായാലും ആയിട്ടില്ല. എന്നാലും നമുക്ക് ഇതിലേക്ക് തന്നെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ടി സിദ്ദിഖിന് സാധ്യത അവിടെ നഷ്ടമാവും. പിന്നീട് 2 പേരുകൾ, ഒന്ന് ഷാനിമോൾ ഉസ്മാനും 2 അൻവർ സാദത്തുമാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമെന്നും ലിജു മന്ത്രിസഭയിലേക്ക് എത്തുമെന്നും ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും 3ാമതൊരാൾ കൂടി ആലപ്പുഴ ജില്ലയിലേക്ക് എന്നത് പ്രയാസമാവും. പ്രത്യേകിച്ച് ആ വിഷയത്തിൽ KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലായാലും ഒരുമിച്ച് നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 3ാമത്തെ പേരുകാരനായ അൻവർ സാദത്തിലേക്ക് എത്താനുള്ള സാധ്യത. ഇനി അതല്ല, വനിത എന്ന നിലയ്ക്ക് ഇനി ഒരു ഒഴിവ് കൂടിയുണ്ട്. ആ ഒഴിവാണ് പരിഗണിക്കുന്നതെങ്കിൽ ഈ 3 എന്നുള്ള പരിഗണന മാറ്റിവെച്ച് ഷാനിമോൾ ഉസ്മാന് ആ തരത്തിലേക്ക് അവിടത്തേക്ക് പരിഗണന കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസ്ഥാനത്തേക്ക് വരാം. ഇതേപോലെ തന്നെയാണ് ഓരോ വിഭാഗത്തിൻ്റെയും വരുന്നത്. ഇപ്പോൾ SC ST വിഭാഗത്തിന് 2 മന്ത്രിമാരെ നൽകണമെന്ന് പറഞ്ഞു. ഒന്ന് AP അൽക്കവർ ആയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ KC വേണുഗോപാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. സംസ്ഥാനത്ത് തന്നെയുള്ള MLA-മാരിൽ ഏറ്റവും തലമുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും മലപ്പുറത്ത് നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം മന്ത്രിസ്ഥാനം. 2ാമതായി വരുന്നത് ഇനി IC ബാലകൃഷ്ണനാണോ ഇനി മറ്റാരെങ്കിലും ഒരാളുടെ പേര് വരുമോ എന്നുള്ള KA തുളസിയുടെ പേരൊക്കെ ഇന്നലെ ചർച്ചയിലേക്ക് വന്നിരുന്നു. അത് ഇപ്പോഴും ആ പരിഗണനയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് SC വിഭാഗത്തിൽ നിന്നുള്ള പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ കഴിയും. അപ്പോഴും സ്വാഭാവികമായും ഒഴിവാക്കാൻ സാധ്യതയുള്ള ഒരാൾ ഷാനിമോൾ ഉസ്മാനാണ്. ഇങ്ങനെയുള്ള സാധ്യതകൾ ഓരോ വിഭാഗത്തിലുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇനി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുമൊക്കെ വരുന്ന ആളുകളുടെ സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സണ്ണി ജോസഫ് വരുന്നതോടുകൂടി മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിമാരും എല്ലാം RC വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഇനി RC വിഭാഗത്തിൽ നിന്ന് റോജി M ജോണിന്റെ പേര് കൂടി ആദ്യം പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് ഒരു സമുദായത്തിൽ നിന്ന് ഇത്രയേറെ പ്രാതിനിധ്യം കൊടുക്കുക, മറ്റ് സമുദായങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രയാസമാണ്. അവിടെയാണ് ചാണ്ടി ഉമ്മന്റെയും അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ്റെയും പേര് വന്നത്. ചാണ്ടി ഉമ്മനെ 3 പേരും ഒരേപോലെ അവകാശപ്പെടുന്നുണ്ട്. ചാണ്ടി ഉമ്മനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, ഞങ്ങളെയാണ് പിന്തുണച്ചതെന്ന് 3 പേരും അവകാശപ്പെടുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. അടുത്ത് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് KC പക്ഷം തന്നെയാണ് മാത്യു കുഴൽനാടൻ. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് LDF സർക്കാരിനെയും നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏറ്റവും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്യുകയും UDF-ന്റെ കോൺഗ്രസിൻ്റെ ഒരു കുന്തമുനയായി VD സതീശൻ നിന്നെങ്കിൽ അതിൻ്റെ തൊട്ട് ലെഫ്റ്റനൻ്റായി നിന്ന ഒരാളാണ് മാത്യു കുഴൽനാടൻ. കോടതിയിലടക്കം നേരിട്ടാണ്. അങ്ങനെ ഒരാൾ വരണമെന്നും കേന്ദ്ര ഹൈക്കമാൻഡിനും ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്. വരണമെന്നുള്ള താല്പര്യം കാണും. സ്വാഭാവികമായും ആ പേര് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഒഴിവാക്കണം താല്പര്യം ചിലപ്പോൾ VD സതീശനുണ്ടാവാം. അല്ലെങ്കിൽ VD സതീശൻ അതിന് പകരം വെക്കുന്ന പേര് ആരുടേതാണെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബിനാണോ മാണി സി കാപ്പനാണോ ആദ്യം മന്ത്രിസ്ഥാനം നൽകുന്നത്, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സാധാരണ ഈ യാക്കോബായ വിഭാഗത്തിൽ നിന്ന് 2 പേരെ മന്ത്രിയാക്കുക. അപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പെടുന്ന ചാണ്ടിയുമ്മനെ മാറ്റി നിർത്തുക. ഇതൊക്കെ കുറേയേറെ പ്രയാസങ്ങൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരം നമുക്ക് കേൾക്കുമ്പോൾ ഈ 3-4 സീറ്റുകളിലുള്ള പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പരിഹരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇത് പരിഹരിച്ചിട്ട് വേണം ഈ ലിസ്റ്റ് ഹൈക്കമാൻഡിന് പോകണം. ഹൈക്കമാൻഡിന് പോയ ശേഷം ഹൈക്കമാൻഡ് ഇത് പരിശോധിച്ച് ചിലപ്പോൾ അവർ ഇതിൽ ചില തിരുത്തലുകളൊക്കെ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. ആ തിരുത്തലുകൾ വരുത്തി ആ തിരുത്തലിൽ പിന്നെ ചർച്ച നടത്തി ആ അംഗീകരിച്ച ലിസ്റ്റ് മടങ്ങി വരണം. ആ ലിസ്റ്റാണ് ഗവർണർക്ക് നൽകേണ്ടത്. അത് ഇന്ന് തന്നെ നൽകണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞയാണെങ്കിൽ ഇന്ന് തന്നെ നൽകുമെന്നൊക്കെയാണ് നേതാക്കൾ പറയുന്നത്. 2 മണിക്ക് നൽകുമെന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നത്. 2 മണിക്ക് എന്തായാലും നൽകില്ലെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി ചിലപ്പോൾ അവർ 4 മണിന്നോ 6 മണിന്നൊക്കെ ആവും. ചിലപ്പോൾ അത് നാളെ രാവിലെ ആയാലും കോൺഗ്രസിൻ്റെ പതിവ് അങ്ങനെയൊക്കെയാണ്. നാളെ രാവിലെ നൽകിയാലും അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടാവാനില്ല. ഈ തർക്കം പരിഹരിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് നാട്ടിലെ മാധ്യമങ്ങളാകെ അല്ലെങ്കിൽ എല്ലാവരും വിമർശിച്ചു, നിങ്ങൾ വൈകുന്നത് എന്താണ് വൈകുന്നത്? അവർ കോൺഗ്രസ് പരിശോധിച്ചതല്ല, വൈകിയാലും ഞങ്ങൾക്ക് യുക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക, സമവായം ഉണ്ടാക്കാൻ കഴിയുക, അതാണ് കോൺഗ്രസിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ ലിസ്റ്റ് നമുക്ക് ഇന്ന് തന്നെ നൽകും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത് ഇന്ന് അർദ്ധരാത്രി ആവാനോ അല്ലെങ്കിൽ നാളെ രാവിലെ ആവാനോ ഒക്കെയുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയണം. ഈ തർക്കങ്ങൾ ചിലപ്പോൾ അവസാന നിമിഷം 3 നേതാക്കൾ ഒരുമിച്ചിരുന്നിട്ട് അവർക്ക് വ്യക്തിപരമായ താല്പര്യമുള്ള ചില നേതാക്കളെ 3 പേരും പേരൊക്കെ പറഞ്ഞ്, സാധാരണ ഇതിൽ അങ്ങനെയാണ്, ആ പേരിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നേതാവ് പറയുന്ന പേര് കൂടി അവരും സമ്മതിക്കും. അങ്ങനെ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചയോ തയ്യാറാവും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിയ ശേഷം മാത്രമേ കഴിയൂ. അതെന്തായാലും ഇപ്പോൾ ആയിട്ടില്ല. റൈറ്റ്, കിരൺ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. നാട്ടിലും തീരുമാനങ്ങൾ ഇനിയും കാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും പുറത്തേക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിസ്ഥാനത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ പദവി എങ്ങനെയാണ് ചെറുതായി പോകുന്നതെന്നും തിരുവഞ്ചൂർ ചോദിച്ചു. പാർട്ടി തീരുമാനം അറിയിക്കുന്നതുവരെ അതിൽ അഭിപ്രായം പറയുന്നില്ല എന്നും തിരുവഞ്ചൂർ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ആ തീരുമാനം 100% സന്തോഷത്തോടു കൂടി അംഗീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളത്. സ്പീക്കർഷിപ്പ് എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ ഒന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ നിയമസഭയിലും ഓരോ സ്പീക്കേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെറുതായി പോകുന്നത്? അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് പോലെയാണ്. ഒരെണ്ണം ചെറുതാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് സ്ഥാപിക്കുകയാണ്. അതല്ല, ഞാനതുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുകയല്ല. ഞാൻ പറയുന്നത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അധികാരങ്ങളുമാണ്. ഞാനതിനെക്കുറിച്ച് ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം പാർട്ടി തീരുമാനം എന്നെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. തന്റെ മന്ത്രി പദവി കൊല്ലം പിടിച്ചെടുത്തതിനുള്ള പാർട്ടി സമ്മാനമാണെന്ന് ബിന്ദു കൃഷ്ണ. ഉചിതമായിട്ടുള്ള സമയത്ത് നേതൃത്വം തീരുമാനം അറിയിക്കും. റെക്കോർഡ് വേഗത്തിലാണ് മന്ത്രിസഭാ രൂപീകരണം നടക്കുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. തീർച്ചയായും ഉചിതമായ സമയത്ത് എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF റെക്കോർഡ് വേഗതയിൽ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തീരുവാനുള്ള ടീം UDF മുന്നോട്ട് പോകുന്നതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ 102 MLA-മാരിൽ ഇപ്രാവശ്യം വനിതകൾ അധികം വിജയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വനിതകളുടെ പ്രാതിനിധ്യം എപ്പോഴും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിരുന്നപ്പോൾ തന്നെ വാദിച്ചിട്ടുള്ള ഒരാളാണ്. ആ പരിഗണന ലഭിക്കുമോ? പ്രതീക്ഷയുണ്ട്. പൂർണ്ണമായും തീർച്ചയായും കൊല്ലം UDF-നായി പിടിച്ചെടുത്തതിന് പാർട്ടി തന്ന അംഗീകാരവും സമ്മാനവുമായി കരുതുകയാണ്. കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്കാണ് ഈ അംഗീകാരം കിട്ടാൻ പോകുന്നത് സമർപ്പിക്കുന്നത്. ഒപ്പം സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നടത്തിയ സംഘടനാ പ്രവർത്തനത്തിൽ ചേർത്ത് നിർത്തിയവർ, മുന്നോട്ട് നയിച്ചവർ എല്ലാവരോടും നന്ദി. മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് M. ലിജു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഏതാണ് വകുപ്പെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ രാജ്ഭവനിൽ നിന്നും ഫോൺ നമ്പറൊക്കെ വെരിഫൈ ചെയ്യേണ്ട ഒരു കോൾ ഉണ്ടായി. ഗവർണർക്ക് പിന്നീട് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. പാർട്ടിയിൽ നിന്നും അനൗദ്യോഗികമായ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായെങ്കിലും അന്തിമമായ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് പ്രതികരിക്കാതെ PC വിഷ്ണുനാഥ്. എല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുമെന്നായിരുന്നു പ്രതികരണം. ഇന്ന് എല്ലാ മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനമാകുമെന്നും എന്നാണ് പ്രതീക്ഷയെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു. അല്ല, നമ്മളല്ല അതിൻ്റെ ആൾക്കാർ, നേതാക്കന്മാർ കൃത്യമായ സമയത്ത് നിങ്ങളെ മുഖ്യമന്ത്രിയും നേതൃത്വവും അറിയിക്കും. നമുക്ക് അതിനപ്പുറം ഒന്നും പറയാനിപ്പോൾ ആവില്ല. ശരി. ഭരണഘടന അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി വേണമെന്ന് IC ബാലകൃഷ്ണൻ. അത് അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനോട് ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികവർഗ സമുദായത്തിന് അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ, ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു വകുപ്പ് മന്ത്രി ഉണ്ടാകണമെന്ന് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയോടും AICC നേതൃത്വത്തോടും കേരളത്തിലെ നേതാക്കളോടും അറിയിച്ചിട്ടുണ്ട്. അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. VD സതീശന് ആശംസയുമായി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമിസ് കാത്തോലിക്ക ബാവ. VDയുടെ മുഖ്യമന്ത്രി സ്ഥാനം ദൈവനിയോഗമാണെന്നാണ് പ്രതികരിച്ചത്. ഭാവിയിലേക്ക് ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങൾ സാധിക്കട്ടെ, എല്ലാ സമുദായങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിക്കണമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് പട്ടം ബിഷപ്പ് ഹൗസിൽ വെച്ച് VD സതീശൻ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തിയത്.
ഞങ്ങൾക്കേറെ സ്നേഹവും ബന്ധവും പരിചയവുമുള്ള ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പുതിയ നിയോഗം തുടങ്ങുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും പ്രത്യേകിച്ചൊരു നമ്മുടെ ദേശത്തെ സംബന്ധിച്ച് പുതിയൊരു നിയോഗത്തിൽ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. ആ സ്നേഹബന്ധത്തിലാണ് ഈ തിരക്കേറിയ ദിവസത്തിന്റെ തിരക്ക് പിടിച്ച ഈ മുഹൂർത്തത്തിൽ ഇവിടെ വരുന്നതിന് അദ്ദേഹം ഔദാര്യം കാണിച്ചത്. അദ്ദേഹത്തിന്റെ എല്ലാവിധമായ ശുശ്രൂഷകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ദേശത്തിന്റെ കെട്ടുപണിക്ക് അദ്ദേഹം നൽകുന്ന വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വിജയവും നേരുന്നു. ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ, കാരണം മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാം വളരെ ക്ലീനാണ്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇത് ദൈവനിയോഗമെന്നാണ്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എല്ലാ സമൂഹങ്ങളെയും ബഹുമാനിച്ചും എല്ലാ സമൂഹങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചും നമ്മുടെ ദേശത്തിന്റെ പുരോഗതി ഉറപ്പാക്കിയുമുള്ള സംരംഭങ്ങളാണ് ഈ നാടിന് ആവശ്യം. അതിന് ഞങ്ങളുടെ എല്ലാ ശക്തമായ പിന്തുണയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. മന്ത്രിസ്ഥാനത്തിന് അവകാശവാദവുമായി ശിവഗിരി മഠവും രംഗത്തെത്തി. മഠവുമായി ബന്ധമുള്ള 6 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് വി ഡി സതീശനോട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. മന്ത്രിമാരെ നയിക്കുന്നതിലും അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നതിലും വേണ്ട മാർഗനിർദ്ദേശം ഉണ്ടാകണം. ശിവഗിരി മഠത്തിന്റെ ഒരാഗ്രഹം കൂടി സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വകുപ്പുണ്ട്, മന്ത്രിയുണ്ട്. അതുപോലെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആവശ്യം. കേരളത്തിൽ ഏതാണ്ട് 42ഓളം പിന്നോക്ക സമുദായങ്ങൾ. ആ പിന്നോക്ക സമുദായങ്ങളുടെ എല്ലാം സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പിന്നോക്ക സമുദായത്തിൻ്റെതായൊരു മന്ത്രി, പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി കൂടി ഉണ്ടാകണം. അതിനുള്ള തീരുമാനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ശിവഗിരി മഠം അഭ്യർത്ഥിക്കുക. മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അധികാരമുറപ്പായതോടെ മുസ്ലിം ലീഗിന് കടുത്ത ഹിന്ദു വിരുദ്ധതയാണെന്നും ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഭരണത്തിന്റെ മറവിൽ മത തീവ്രവാദികൾക്ക് സംരക്ഷണമൊരുക്കാൻ ശ്രമമുണ്ടെന്നും യോഗനാഥം എഡിറ്റോറിയലിൽ രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നു. മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. വെള്ളാപ്പള്ളി നടേശന്റെ ലീഗ് വിരുദ്ധ ലേഖനത്തിനെതിരെ KC വേണുഗോപാൽ സർക്കാർ രൂപവൽക്കരണത്തിന് മുൻപ് തന്നെ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണം. വർഗീയത ജനം അംഗീകരിക്കില്ല എന്നതിന് തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. തൊട്ടതിനും പിടിച്ചതിനും ലീഗിനെ ആക്രമിക്കുന്ന ശൈലി നാട്ടിൽ സ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകളൊക്കെ ഒഴിവാക്കപ്പെടുന്നതാണെന്നുള്ള കാര്യം സംശയമില്ല. നമ്മുടെ നാട്ടിൽ വർഗീയത ഇളക്കി വിട്ടാൽ അതിനെ ജനം അംഗീകരിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ ലീഗിനെ പിടിച്ച് ആക്രമിക്കുന്ന ശൈലി അത് നാട്ടിൽ സ്പർദ്ധ വളർത്താനുള്ള മനഃപൂർവ്വമുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. നല്ല ഉദ്ദേശമല്ല. എനിക്കറിയാനുള്ളത്, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു സർക്കാർ വന്നു, പുതിയ സർക്കാർ വന്നു, ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുന്ന ഇപ്പോൾ എന്താണ്? ഇത്തരം തമാശകൾക്കല്ല. നാടിനെ മാറ്റമുണ്ടാക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്താണ് നടക്കാൻ പോകുന്നതാണ് ജനം കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് UDF ഗവൺമെൻറ്. അതിനുള്ള സമയം കൊടുക്കണം. അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി കത്തിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ല ഇത്തരക്കാർ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് അവരോട് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. കേരളം അവർക്ക് പറ്റുന്ന സാഹചര്യമുള്ള നാടല്ല. ഇത് നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും വളരുന്ന നാടാണ്. പിന്നെ UDFന്റെ കാര്യത്തിൽ ഞങ്ങൾക്കറിയാം, UDFന്റെ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഏതെങ്കിലും മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ പോകുന്ന കക്ഷികളല്ല. പരസ്പരം ബഹുമാനിച്ച് നടപ്പിലാക്കും. അതേ നടക്കുകയുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെതായ രീതികളുണ്ട്, ആശയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. ലീഗിൻ്റെതായിട്ടുണ്ടാവും. പക്ഷേ ഇത് UDF സംവിധാനമാകുമ്പോൾ പരസ്പരം അംഗീകരിച്ച് എല്ലാവർക്കും യോജിക്കാവുന്ന നടപടികളുമായിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇങ്ങനെ വേറെ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് നല്ല സുഗമമായ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം എതിർക്കുന്നതായിട്ട് ജനം മനസ്സിലാക്കും.
വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ച ജി സുധാകരൻ. വെള്ളാപ്പള്ളി ആദ്യം മുതലേ മുസ്ലിം വിരുദ്ധത പറയുകയാണ്. ഇന്നലെ വരെ LDF അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നാളെ എന്ത് പറയുമെന്ന് ആർക്കറിയാമെന്നും പരിഹസിച്ചു. ലീഗ് വർഗീയ കക്ഷിയല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മതനിരപേക്ഷതയുള്ള പ്രസ്ഥാനമാണ് ലീഗെന്നും അദ്ദേഹം പ്രതികരിച്ചു. വോട്ട് ചെയ്താൽ ഒന്നാമത് നിൽക്കുന്നത് അവർക്ക് തന്നെ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? ലൈൻ മാറ്റാമല്ലോ. അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. നാളെ ഇനി എങ്ങനെ ആർക്കറിയാം? ഇതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ട്, പക്ഷെ നമുക്ക് സ്വീകാര്യമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അങ്ങനല്ലേ? അത്രയേ ഉള്ളൂ. KC വേണുഗോപാലിനെ കാണാനെത്തിയത് സൗഹൃദ സന്ദർശനമെന്ന് ജി സുധാകരൻ. മന്ത്രി പദവി ആവശ്യപ്പെട്ടിട്ടില്ല. മുൻപ് മന്ത്രിയായത് താൻ ആവശ്യപ്പെട്ടിട്ടല്ല എന്നും സുധാകരൻ പറഞ്ഞു. 5 വർഷത്തേറെ സുഹൃത്തും ഞങ്ങൾ തമ്മിലുണ്ട്. അസംബ്ലി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ സ്നേഹബന്ധങ്ങളുള്ള ഒരാളാണ്, രാഷ്ട്രീയത്തിൽ അതീതമായി. അപ്പൊ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നത്. മന്ത്രിസഭയൊക്കെ പൂർത്തിയാക്കിയല്ലോ അവര്. എന്നാ കേട്ടത്? ക്യാബിനറ്റ് പറഞ്ഞുണ്ടാവും. കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിയേക്കാമെന്നും ജി സുധാകരൻ പറഞ്ഞു. BJPക്ക് വോട്ട് കൂടി. ഇപ്പോൾ 3 MLA-മാർ ഉണ്ടായത് അതിന്റെ സൂചനയാണെന്നും സുധാകരൻ. വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല അവർ വരുന്നത്. അവര് കണ്ടില്ലേ വോട്ട് പിടിക്കുന്നത്. 3 MLA-മാരെ വിജയിപ്പിച്ചില്ല. പണ്ടൊരാൾ വിജയിക്കുമായിരുന്നു. പണ്ട് ജയചന്ദ്രൻ മത്സരിച്ച് 5000 വോട്ട് അമ്പലപ്പെടുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ 22,000 ചിഹ്നം കിട്ടി. ഇത്തവണ 16,000 ചുരുങ്ങി. BJP വോട്ടർമാരെല്ലാം വർഗീയവാദികളല്ല. വോട്ടർമാർ സാധാരണക്കാരാണ്. അവരൊന്നും RSS പ്രവർത്തകരുമല്ല. നിങ്ങൾ മാധ്യമങ്ങളുടെ വിഷയങ്ങളിലേക്ക് ജനങ്ങളോട് പറയാം. BJP വോട്ട് ചെയ്തതുകൊണ്ട് അവർ വർഗീയവാദികളാവുന്നില്ല. ചിലപ്പം ഹിന്ദു മതത്തെ പറ്റിയുള്ള ഒരു അതീവ സങ്കല്പമൊക്കെ ഓർക്കണം. അതിനപ്പുറം ഇല്ല. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM-ന്റെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനം. കനത്ത പരാജയത്തിന് കാരണം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലിയാണെന്ന് എറണാകുളത്തെ അംഗങ്ങൾ വിമർശിച്ചു. ജില്ലയിലെ സമ്പൂർണ്ണ തോൽവിക്ക് കാരണം P. രാജീവാണെന്നും വിമർശനമുയർന്നു. സ്ഥാനാർത്ഥി പട്ടിക നിർബന്ധിപ്പിച്ച് അംഗീകരിച്ചു എന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും തിരിച്ചടി ആയി എന്നും കൊച്ചിയിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ടായി. പല ജില്ലാ കമ്മിറ്റികളിലും എന്ന പോലെ തന്നെ എറണാകുളം CPM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും കടുത്ത വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. തോൽവിയുടെ കാരണങ്ങളിൽ അത് പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിമർശനം ഉയരുന്നത്. 2 ദിവസമായി തുടരുന്ന യോഗം അത് ഇന്നും തുടരും. ഇതിൽ ആദ്യ ദിവസം തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയായിരുന്ന P. രാജീവിനെതിരെ വലിയ വിമർശനം ഉയർന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഏകാധിപത്യ രീതിയിൽ തന്നെ ഇടപെട്ടു. പലരെയും സ്ഥാനാർത്ഥിയാകാനായിട്ട് ഇവരായിരിക്കും ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് നിർബന്ധം പിടിച്ചു അടിച്ചേൽപ്പിച്ചു എന്ന രീതിയിലാണ് ഈ കമ്മിറ്റിയിൽ യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. പല സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി അവതരിപ്പിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയെടുക്കുന്ന രീതിയായിരുന്നു. ഇതിൽ ഒരു കൂട്ടായ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. P. രാജീവിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം അതുതന്നെയാണ്. പല മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇവിടെ പിണറായി ഒരു ഏകാധിപത്യ ശൈലിയെന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിൽ ജില്ലയിൽ അത് P. രാജീവ് ആയിരുന്നു എന്ന രീതിയിലാണ് അംഗങ്ങളിൽ നിന്ന് ഉയർന്ന വലിയ വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പൊതുവിലും ഇപ്പോഴുള്ള ഒരു പ്രചാരണ രീതികളെ UDF-ൻ്റെ അടക്കമുള്ള ഒരു പ്രചാരണ രീതികളടക്കം നേരിടുന്നതിൽ അമ്പേ പരാജയമായിരുന്നു നേതൃത്വമടക്കം. അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉയരുന്നത്. ഇതിൽ എടുത്ത് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വിമർശനങ്ങൾ പലതും തന്നെയും അത് വർഗീയ ചുവയുള്ള പല വിമർശനങ്ങളും പ്രസ്താവനകളും അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെ നേരിടേണ്ടത് സത്യത്തിൽ പിണറായി വിജയൻ അതിനെ മുന്നിട്ട് നിന്ന് എതിർക്കേണ്ടതായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു എന്നതെല്ലാം തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് പൊതുവിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം അത് CPM നേതാക്കളുടെ ഇഷ്ടക്കാർക്ക് സ്ഥാനാർത്ഥികളെ നൽകുന്നതായിരുന്നു. പലർക്കുമുള്ള അവരുടെ നേതാക്കൾ അവരവരുടെ തന്നെ സ്വന്തക്കാരെ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് ജനം വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് പൊതുവിലും നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പൊതുവിൽ തന്നെ ഉയർന്നിരുന്നത്. ഏതായാലും എറണാകുളം ജില്ലയിൽ വലിയ
ഒരു നേട്ടം ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു. കാരണം UDFന്റെ ഒരു അപ്രമാദിത്വം ഈ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടി അവിടെ എക്കാലത്തും ഒരു ചെറുത്തുനിൽപ്പ് UDFന് ഇടതുമുന്നണിക്ക് സാധ്യമായിരുന്നു എന്നതാണ്. പൂർണ്ണമായ ഒരു സമ്പൂർണ്ണ പരാജയം എന്ന രീതിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇക്കുറി അത് സംഭവിച്ചു. 14 സീറ്റുകളിലും വലിയ മാർജിനിൽ തോൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈപ്പിനിൽ സ്ഥാനാർത്ഥിയായിരുന്ന വൈപ്പിൻ സിറ്റിംഗ് MLA അവിടെ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുന്നു. അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഫലം രണ്ടിടത്തും തോൽവിയാണ് സംഭവിച്ചത്. അങ്ങനെ അടക്കമുള്ള നിരവധിയായ കാരണങ്ങൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാർട്ടിക്ക് നേതൃത്വത്തിന് തുടക്കം മുതൽ പാളി. ഇത് വ്യക്തമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്ഥാനാർത്ഥിത്വങ്ങളെല്ലാം തന്നെ പലതും തന്നെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം പോയി എന്നൊരു രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഇവിടെ ജില്ലാ കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുമെല്ലാം തന്നെ ഉയർന്നത്. ഇത്തവണ പിണറായി വിജയൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലുണ്ടായ അഭിപ്രായം. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിച്ചു. MV ഗോവിന്ദൻ ഓരോ തവണയും മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്കെതിരാകുന്നുവെന്നും വിമർശനമുയർന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വലിയ UDF തരംഗം ആഞ്ഞടിച്ച കാലത്ത് പോലും ഇടത് കോട്ടയായി നിലനിന്ന കോഴിക്കോട് ഇത്തവണ വലിയ നഷ്ടമാണ് CPM ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം 11 സീറ്റുകളിൽ വിജയിച്ചെങ്കിൽ ഇത്തവണ 12 സീറ്റുകളിലും UDF ആണ് വിജയിച്ചിരിക്കുന്നത്. UDF ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മാത്രമാണ് ജയിച്ച ഏക MLA ആയി മാറിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ വിമർശനം CPM സംസ്ഥാന നേതൃത്വത്തിനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ ഉയർന്നിരിക്കുന്നത്. ഇത്തവണ പിണറായി വിജയൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമെന്നായിരുന്നു പല ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയത്. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ KK ശൈലജയെ തോൽക്കുന്ന പേരാവൂർ സീറ്റിലേക്ക് മാറ്റി മത്സരിപ്പിച്ചത് ജനം പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. പിടിച്ചെടുക്കാൻ ഉള്ള സീറ്റാണെങ്കിൽ ആ ധൈര്യത കാണിക്കേണ്ടത് അല്ലെങ്കിൽ ധീരമായി അവിടെ മത്സരിക്കേണ്ടത് പിണറായി വിജയൻ ആയിരുന്നു എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഒപ്പം MV ഗോവിന്ദനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ കമ്മിറ്റിയിലുണ്ടായി. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്കെതിരായി മാറുന്നു എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ഒപ്പം ഈ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടും പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടുന്നത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിൻ്റെ മണ്ടത്തരം എന്നും വിമർശനം ഉയർന്നിരിക്കുന്നു. ഒപ്പം പാർട്ടിക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ നയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിമാരായ തോമസ് ഐസക് അടക്കമുള്ളവരെ, G സുധാകരൻ അടക്കമുള്ളവരെ മത്സരിപ്പിക്കാത്ത സാഹചര്യമുണ്ടായി. ഒപ്പം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ശൈല ടീച്ചറെ പോലെയുള്ള ആളുകളെ വീണ്ടും മന്ത്രിയാക്കാതിരുന്നതും വലിയ വിഡ്ഢിത്തരമായി പോയി എന്നും പാർട്ടി കമ്മിറ്റിയിൽ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഓരോ തവണയും ടേം വ്യവസ്ഥയും മറ്റ് നിബന്ധനകളുമൊക്കെ അടക്കം ഓരോ നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ മത്സരിപ്പിക്കുന്നതിനായി ഇത്തരം നയങ്ങളൊന്നും ബാധകമാക്കുന്നില്ല എന്നും കുറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനടക്കമുള്ള നേതൃത്വത്തിനും എതിരെ ഉയർന്നിരിക്കുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ കേരളം ബംഗാളാകുമെന്നായിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ വിമർശനം. പിണറായിയുടെ പ്രായപരിധിയിലും ചോദ്യങ്ങൾ ഉയർന്നു. പാർട്ടി ജയിച്ചാലും KK ശൈലജ ജയിക്കരുത് എന്ന് ചിലർ നിർബന്ധം കാട്ടി. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് നേതൃത്വത്തിന്റെ പിഴവാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും കണ്ണൂർ ജില്ലയിൽ നടന്ന ഈ ഒരു യോഗത്തിൽ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി. അതോടൊപ്പം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും വലിയൊരു വിമർശനമുണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി കീഴ്ഘടകങ്ങളിൽ പോലും അതൃപ്തി ഉണ്ടായിട്ടും അത്തരം നടപടികളുമായി മുന്നോട്ട് പോയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി. അതോടൊപ്പം പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം
അത് പാർട്ടി ഗൗരവത്തിലെടുത്തില്ല. ഇത്തരത്തിലുള്ള വലിയ വിമർശനമാണ് ഉണ്ടായത്. ഏതായാലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പയ്യന്നൂരിലും അതുപോലെ തന്നെ കണ്ണൂരിലും വിമത സ്ഥാനാർത്ഥികൾ ജയിക്കാനിടയായത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം നേരത്തെ 9 സീറ്റുകൾ കണ്ണൂരിൽ ഉണ്ടായിരുന്ന സി പി എമ്മിന് അതിൽ 3 സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതും ഇത്തരത്തിലുള്ള ഒരു ശൈലി ആണ് പ്രധാനപ്പെട്ട തിരിച്ചടി ഉണ്ടായത്. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പല പരാമർശങ്ങളും വലിയ തിരിച്ചടിയായി. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളാവുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വിദൂരമല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പയ്യന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും ജനങ്ങൾ നൽകിയ തിരിച്ചടിയെന്നും പാർട്ടി സംസ്ഥാന ഈ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. ഏതായാലും ഇന്നും ജില്ലാ കമ്മിറ്റി തുടരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയുമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു യോഗത്തിലാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും സ്വന്തം ജില്ലയാണ്. ആ ജില്ലയിലാണ് ഇത്തരത്തിലുള്ള വലിയ വിമർശനം. ഇനി പത്തനംതിട്ടയിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്നാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയത്. ഇതിനിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടും തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു എന്നായിരുന്നു മുൻമന്ത്രി വീണ ജോർജ് യോഗത്തിൽ പൊട്ടിത്തെറിച്ചത്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വീണ ജോർജിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ആ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മറുപടി എന്ന നിലയ്ക്ക് വീണ ജോർജ് ചില കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയത്. അത് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് ജില്ലാ നേതൃത്വത്തെ നേരത്തെ മുൻകൂട്ടി തന്നെ കത്ത് മുഖേന അറിയിച്ചിരുന്നുവെന്ന് വീണ ജോർജ് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടേറെ പ്രതിസന്ധികളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാരണം മണ്ഡല സെക്രട്ടറി സ്ഥാനം ഓമല്ലൂർ ശങ്കരൻ സ്വയം ഒഴിഞ്ഞു. ഇത് പാർട്ടി പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും തനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഓമല്ലൂർ ശങ്കരൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. ഇത് വോട്ടർമാരെ ബാധിച്ചു, മറ്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നുള്ള കാര്യം കൂടി വീണ ജോർജ് സൂചിപ്പിക്കുന്നു. താൻ ആറന്മുളയിൽ മത്സരിക്കാൻ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്ന കാര്യം കൃത്യമായ കത്ത് മുഖേനയാണ് അറിയിച്ചത്. അതേസമയം മറ്റാരുമില്ല, വീണ ജോർജ് തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ള നേതൃത്വത്തിന്റെ നിർബന്ധപ്രകാരമാണ് ആറന്മുളയിൽ മത്സരിച്ചത് എന്നുള്ള കാര്യം കൂടി വീണ ജോർജ് വ്യക്തമാക്കുന്നു. വീണ ജോർജിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചു എന്നുള്ള വിമർശനം കൂടി ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം സംസ്ഥാന നേതൃത്വത്തെ രേഖാമൂലം അറിയിക്കുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അബദ്ധമായി പോയി എന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തെ വലിയ പ്രതിസന്ധിക്ക് കാരണമായി, തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം. ഇടത് സർക്കാരിനെ പോലെ ഇടത് സർക്കാർ ഈ പരിപാടി ഒരു കാരണവശാലും CPM പോലുള്ള ഒരു പാർട്ടി ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അംഗങ്ങളുടെ വിലയിരുത്തൽ. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യമാണ്. പത്മകുമാറിനെതിരെ എന്ത് നടപടി പാർട്ടി സ്വീകരിച്ചു? അത് ജനങ്ങൾ വല്ലതുപോലെ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അതല്ല, പത്മകുമാർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പത്മകുമാർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന പരിഹാസ രൂപേണയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആഗോള അയ്യപ്പ സംഘവും വീണ ജോർജിനും അടക്കമുള്ള വിമർശനങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. ഏതായാലും ഈ 3 ദിവസമായി നടന്ന ജില്ലാ കമ്മിറ്റികളിൽ വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ കാലത്തെ ഭരണങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുമുന്നണിയുടെ ഭരണം പരാജയങ്ങൾ അക്കമിട്ട് ഓരോന്നോരോന്നായി നിരത്തിയാണ് അംഗങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചത്. തോൽവിയുടെ ആഘാതം കൂട്ടിയതിന്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയനാണെന്നായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം. MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് സംസ്ഥാനത്ത് മുഴുവൻ ചർച്ചയായി. KK ശൈലജ ടീച്ചറെ അവഗണിച്ചതിന് ജനം നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അവിടെ നിരീക്ഷണമുണ്ടായി. പാലക്കാട് ജില്ലയിലെ തോൽവിക്ക് കാരണമായത് ജില്ലാ സെക്രട്ടറിയുടെ നിലപാടാണെന്നും ആക്ഷേപം ഉയർന്നു. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 ക്യാരറ്റ് ഗ്രാമിന് 14,385, പവന് 1,15,80. 18 ക്യാരറ്റ് ഗ്രാമിന് 11,880, പവന് 95,040. വെള്ളി ഗ്രാമിന് 280 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.